ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള പുരസ്കാരങ്ങളിൽ ഒന്നായ നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് ലഭിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമായി കരുതപ്പെടുന്ന പുരസ്കാരമാണ് നൊബേൽ സമ്മാനം. രസതന്ത്രം, സാഹിത്യം, സമാധാനം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിൽ ലോകത്ത് മഹത്തായ സംഭാവനകൾ സമ്മാനിച്ച വ്യക്തികൾക്ക് ജാതി, ലിംഗ, രാഷ്ട്രഭേദമന്യേ നൽകുന്ന പുരസ്കാരമാണിത്. 1954 ഹംഗറിയിലെ ഗ്യൂലയിൽ ജനിച്ച ക്രാസ്നഹോർക്കൈ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനാകുന്നത് 1985 പുറത്തിറങ്ങിയ സാത്താൻ ടാൻഗോ എന്ന കന്നി നോവലിലൂടെയാണ്. തകർന്നടിയുന്ന ഒരു ഗ്രാമീണ സമൂഹത്തിന്റെ വിഷാദഭരിതമായ ആവിഷ്കാരമായിരുന്നു ആ നോവൽ. പിതാവ് അഭിഭാഷകനും മാതാവ് അധ്യാപികയുമായിരുന്നു. ബാല്യകാലം തൊട്ടേ വായനയോടൊപ്പമുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കാഫ്ക, ദസ്തോവ്സ്കി തുടങ്ങിയ യൂറോപ്യൻ സാഹിത്യകാരന്മാരുടെ കൃതികളിലൂടെ ആഴത്തിലൂടെയുള്ള ഒരു വായനയായിരുന്നു. 1985 പ്രസിദ്ധീകരിച്ച സാത്താൻ ടാൻഗോ ആണ് ആദ്യത്തെ കൃതി. പിന്നീട് ദ മെലങ്കോളി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബോ ദെയർ ബിലോ, ദി ബിൽ, ദ ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമൻ തുടങ്ങി നിരവധി കൃതികളാണ് പ്രസിദ്ധീകരിച്ചത്. 2015 മാൻ ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചതിലൂടെ ലാസ്ലോയുടെ സാഹിത്യ പ്രതിഭയ്ക്ക് ആഗോള അംഗീകാരമാണ് ലഭിച്ചത്. സങ്കീർണമായ ഭാഷയും ആഴമുള്ള ചിന്താവിഷ്കാരവുമാണ് ലാസ്ലോയുടെ എഴുത്തിന്റെ പ്രധാന സവിശേഷത. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള അനുഭവം എന്നതിലുപരി സ്വന്തം ചിന്തകളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് വേണം എഴുത്തിനെ സമീപിക്കാൻ. 2015 മുതൽ നൊബേലിനുള്ള സാധ്യതാ പട്ടികകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ലാസ്ലോ. ആ സാധ്യതയിൽ നിന്നും മാറി 2025 71 വയസ്സിൽ അദ്ദേഹത്തെ തേടി ബഹുമതി വന്നു നിൽക്കുമ്പോൾ ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിൽ ലാസ്ലോയുടെ സ്ഥാനം ഒരു പടി കൂടി ഉയർന്നു നിൽക്കുകയാണ് എന്നത് വ്യക്തമാണ്. ഇതിനു മുൻപ് 2024 സാഹിത്യ നൊബേൽ ലഭിച്ചിരുന്നത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനായിരുന്നു.